പ്രിയപ്പെട്ടവരെ, നിങ്ങളിൽ കുറേയധികം പേരെങ്കിലും ഓറ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഓറ എനർജി എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരിക്കും. അത് വ്യക്തികൾക്ക് ഈ ഓറ എനർജി ഉണ്ട്. നമ്മൾ വസിക്കുന്ന വീട്ടിനും ഓറ എനർജി ഉണ്ട്. ഇത് നെഗറ്റീവ് ആയി കഴിഞ്ഞാൽ വീട്ടിൽ കുറേയധികം ദുരിതങ്ങളും അനർത്ഥങ്ങളും ഒക്കെ ഉണ്ടാകുമെന്നും, എന്നാൽ പോസിറ്റീവായിട്ടുള്ള ഓറ വളർന്നു കഴിഞ്ഞാൽ വീട്ടിലെ സമാധാനവും സന്തോഷവും എല്ലാം നിലനിൽക്കുമെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താണ് ഓറ എന്ന് നമ്മൾ പൊതുവിൽ മനസ്സിലാക്കുകയാണെങ്കിൽ, വീട്ടിന് ലഭിക്കുന്ന ഗുണപരമായിട്ടുള്ള ഊർജങ്ങളുടെ ഒരു സ്വാധീനത്തെ നമുക്കിതിനെ പറയാം. അപ്പോൾ വീട്ടിന് ഒരു ജീവനുണ്ട്. നമ്മൾ മനുഷ്യൻ ജീവിക്കും പോലെ ഒരു ഊർജത്തിൻ്റെ സംരക്ഷണമുള്ള ഒരു ജീവനുണ്ട്. ഇതിന് കേടുപാടുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ വീട്ടിനകത്ത് ഒരുപാട് നിമിത്തങ്ങൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും. പ്രധാനമായിട്ടും ഒരാൾക്ക് സന്തോഷമില്ലാത്തൊരവസ്ഥ ഉണ്ടായി വരും. എപ്പോഴും ബാധ്യതകൾ ഇങ്ങനെ കൂടി കൊണ്ടുവന്നിട്ടിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടായി വരും. സംഘർഷം വീട്ടിനകത്ത് എപ്പോഴും നേടിച്ചുകൊണ്ടിരിക്കും. വീട്ടിനകത്തേക്ക് ഒന്ന് കയറിയാൽ തന്നെ സമാധാനക്കേടുണ്ടാകുന്ന അന്തരീക്ഷം ഉണ്ടാവും. കുട്ടികളൊക്കെ മോശപ്പെട്ട വഴികളിലൂടെ സഞ്ചരിക്കുന്ന ചില പ്രവണതകൾ കാണിച്ചു തരും. വീട്ടിലെ ഗൃഹനാഥനോ അല്ലെങ്കിൽ ഗൃഹനാഥയ്ക്കോ മോശപ്പെട്ട കുറേയധികം ശീലങ്ങളിലേക്ക് പോകുന്ന പ്രവണത ഉണ്ടായി വരും. കിടന്നു കഴിഞ്ഞാൽ എഴുന്നേൽക്കാൻ പറ്റാത്ത ആ ഒരു അവസ്ഥ ചിലപ്പോൾ ഉണ്ടായി വരും. ചിലർക്കാകട്ടെ ഒട്ടും ഉറങ്ങാൻ പറ്റാത്ത കുറേയധികം കാര്യങ്ങൾ ഉണ്ടായി വരും. എപ്പോഴും മറവി, ചെറിയ കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാതെ തെറ്റിപ്പോകുന്ന അവസ്ഥ, ഇതൊക്കെ കാണാറുണ്ട്. വീട്ടിനകത്തൊരു വല്ലാത്ത ദുർഗന്ധം, ഒരു മുഷിഞ്ഞ ഗന്ധം ഉണ്ടാവുക, അമിതമായ പേടി നമുക്ക് ഉണ്ടായി വരിക, ദൈവവിശ്വാസം തന്നെ ചില സമയത്ത് കുറഞ്ഞു പോവുക, വീട്ടിലൊരു നിലവിളക്ക് തെളിയിച്ചു വെച്ച് കഴിഞ്ഞാൽ അത് ഇരിക്കില്ല, പെട്ടെന്ന് കെട്ടുപോവുക, വീട്ടിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ പെട്ടെന്ന് കേടുപാടുകൾ വരിക, നമുക്ക് വീട്ടിനകത്ത് തുടർച്ചയായിട്ട് നിലനിൽക്കാൻ പറ്റാതെ വരിക, നമ്മുടെ തൊഴിലിന് നിരന്തരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടുവരിക. മനുഷ്യ ജീവിതം എടുത്തു നോക്കുമ്പോൾ ഈ പറഞ്ഞ കുറേയധികം കാര്യങ്ങൾ ഉണ്ടാകുന്നത് തന്നെയാണ്, സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ്. പക്ഷെ ഈ പറഞ്ഞതിൽ 8 കാര്യങ്ങൾ തുടർച്ചയായിട്ടൊരു വീട്ടിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുക. ആ വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് മാറിയപ്പോൾ ആ പ്രശ്നങ്ങളുടെ തോത് കുറഞ്ഞു വരിക, ഇതൊക്കെ ആ വീട്ടിൻ്റെ ഊർജ്ജനിലയെ, ഓറയെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മുടെ വീട്ടിലെ ഈ ഓറയെ എങ്ങനെ ശുദ്ധീകരിക്കാം എന്നുള്ളതാണ്. ഒരുവിധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും ഈ ഓറ ഒന്ന് ശുദ്ധീകരിച്ചാൽ തന്നെ പതിയെ പതിയെ കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നമുക്ക് വിശ്വാസത്തോടു കൂടി തന്നെ ഇത് ചെയ്തു കഴിഞ്ഞാലോ വളരെ ഗുണകരമായിട്ട് നമ്മുടെ വീട്ടിലെ ജീവനെ, ആ പവറിനെ വർദ്ധിപ്പിച്ചു കൊണ്ടുവരാൻ പറ്റും. അതാണ് വേണ്ടത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ഒന്ന് മനസ്സിലാക്കി തരാൻ പോവുകയാണ്. അപ്പോൾ പൂർണ്ണമായിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കുക. നമസ്കാരം, ഞാൻ RJ ഹരിചന്ദ്രൻ മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ, ജ്യോതിഷ, മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ്. അതിനായിട്ട് അത് പരമാവധി പ്രയോജനപ്പെടുത്തുക. അപ്പോൾ വീട്ടിലെ ഓറ ക്ലിയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ആദ്യം ചെയ്യേണ്ട കാര്യം വീടും പരിസരവും എല്ലാം ശുദ്ധിയാക്കി ഇടുക എന്നുള്ളതാണ്. ശുദ്ധിയില്ലാത്തൊരു വീട് ഉണ്ടെങ്കിൽ അവിടെ ഇനി നമ്മൾ എങ്ങനെയൊക്കെ ഓറ ക്ലൻസ് ചെയ്യാൻ പോയാലും അത് ശരിയെന്ന് ആവില്ല. അപ്പോൾ വീടും പരിസരവും നമ്മളൊന്ന് ശുദ്ധിയാക്കി ഇട്ടതിന് ശേഷം നമുക്ക് ഉപ്പിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ഉപ്പ് വെച്ച് വീട് ക്ലൻസ് ചെയ്യുന്ന പല മാർഗങ്ങളും ഉണ്ട്. വീടിൻ്റെ എല്ലാ കോണുകളിലും ഉപ്പ് വെച്ചിട്ട് ഓറ ക്ലൻസ് ചെയ്യുന്നൊരു മാർഗമുണ്ട്. ആ മാർഗം നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അതിനേക്കാളും കുറച്ചുകൂടി ഫലവത്തായിട്ടുള്ള ഒരു മാർഗമാണ് കടൽ ജലം കൊണ്ട് വീടിൻ്റെ 4 ഭാഗത്ത് ചെറുതായിട്ടൊന്ന് പ്രോക്ഷിക്കുക, തളിക്കുക എന്നുള്ളത്. വീടിൻ്റെ പുറത്തെ 4 മൂലകളിലും തളിക്കണം. അതുപോലെ വീടിൻ്റെ അകത്ത് 4 മൂലകളായിട്ട് വരുന്ന ഭാഗത്ത് ഇത് തളിക്കണം. മാത്രമല്ല, കടൽ ജലം ഒരു ചില്ല് ഗ്ലാസ്സിൽ ഒരു പകുതിയോളം നിറച്ച് നമ്മുടെ വീടിൻ്റെ നടുക്ക് ഭാഗമായിട്ട് വരുന്ന ഏതെങ്കിലും ഒരു മുറിയിൽ വയ്ക്കുന്നതായിരിക്കും കൂടുതൽ ശുഭം. അല്ലെങ്കിൽ വീടിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് കടൽ ജലം വയ്ക്കുക. ഇനിയിപ്പം കടൽ ജലം കിട്ടിയില്ല എന്നൊരു അവസ്ഥ ഉണ്ടെങ്കിൽ കല്ലുപ്പിട്ട് കലക്കി ജലം ഉണ്ടാക്കിയിട്ട് അത് വെച്ചാൽ മതി. പൊടിയുപ്പല്ല, അത് കുറച്ച് അയഡിനൊക്കെ ചേർത്തതാണ് പൊടിയുപ്പ്. കല്ലുപ്പ് തന്നെ അതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുക. ഇത് വീടിനെ ശുദ്ധീകരിക്കാൻ വളരെ നല്ല മാർഗമാണ്. രണ്ടാമത്തത്, തുളസിയിലകൾ കൊണ്ട് നമുക്ക് വീടിനെ ശുദ്ധീകരിക്കാം. അതിന് വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ജലം അത് രാവിലെ എടുക്കണം. എന്നിട്ട് അതിലേക്ക് 7 തുളസിയില ഇടണം. എന്നിട്ട് ആ തുളസിയില ഒരു പാത്രം, പരന്ന പാത്രമോ ഏതെങ്കിലും മതി, അതിനെ ഇങ്ങനെ നമ്മുടെ വലത് കൈ കൊണ്ട് അടച്ചു പിടിക്കണം. 7 വട്ടം ഓം ഹ്രീം ഗംഗായേ വിശ്വമുഖ്യേ നാരായണ്യേ നമോസ്തുതേ എന്നുള്ള മന്ത്രം ജപിക്കണം. എന്നിട്ട് ഇത് വീടിൻ്റെ 4
കോടുകളിൽ വീടിനകത്ത് എല്ലായിടത്തും ഒന്ന് തളിക്കുക. വീടിൻ്റെ അകം ശുദ്ധീകരിക്കാൻ, ഓറ ക്ലിയർ ആക്കാൻ നല്ലതാണ്. ഇനി അടുത്തൊന്നെന്ന് പറഞ്ഞാൽ ദശാംഗം പുകയ്ക്കുക എന്നുള്ളതാണ്. ദശാംഗം എന്ന് പറഞ്ഞാൽ ഈ പൂക്കടകളിലൊക്കെ കിട്ടും. അത് മേടിച്ചു കഴിഞ്ഞാൽ മിക്കവാറും ദശാംഗത്തിന്റെ പാക്കറ്റിനകത്തൊരു ക്യൂബ് കാണും. അത് പ്ലാസ്റ്റിക്കിൽ ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ ലോഹത്തിലുള്ളതോ കാണും. അതിലേക്ക് നമ്മൾ നിറച്ച് ആ ക്യൂബ് പോലെ വെച്ചിട്ട് കനലിലിട്ട് പുകയ്ക്കാം, അല്ലെങ്കിൽ ചെറിയൊരു കർപ്പൂരം കത്തിച്ച് വെച്ച് പുകയ്ക്കാം. ആ പുക വീട്ടിനകത്ത് എല്ലായിടത്തും ചുറ്റിക്കണം. ഇത് വൈകുന്നേരം നിലവിളക്ക് തെളിയിച്ച് കഴിഞ്ഞാൽ ഉടനെ നമ്മൾ കൊണ്ടുനടന്ന എല്ലാ മുറിയിലും ഈ പുക കൊടുക്കണമെന്നാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വീട്ടിനകത്ത് ഇരിക്കുന്ന ദുരിതങ്ങളായിട്ടുള്ള നെഗറ്റീവുകൾ പോലും പുറത്തേക്ക് പോകും എന്നാണ് വിശ്വാസം. പിന്നെ ഇത് നമ്മൾ നല്ല ദശാംഗം നോക്കിയെടുക്കണം. ചിലതൊക്കെ കൂടുതൽ കെമിക്കലുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിന്റെ പുക അടിച്ചു കഴിഞ്ഞാൽ ചിലർക്ക് അലർജി ഉണ്ടാക്കും. ഇത് ചിലപ്പോൾ അങ്ങാടിക്കടകളിലും ദശാംഗം മേടിക്കാൻ കിട്ടും, അല്ലെങ്കിൽ പൂക്കടകളിൽ കിട്ടും. അത് നോക്കി മേടിച്ച് വീട്ടിനകത്ത് പൂർണ്ണമായിട്ട് എല്ലാ മുറികളിലും കൊണ്ടുപോയി ഒരു പാത്രത്തിൽ വെച്ച് പുകയ്ക്കുക നല്ലതായിരിക്കും. പിന്നെ അടുത്തൊരു മാർഗ്ഗമാണെന്ന് പറഞ്ഞാൽ വീട്ടിനകത്തേക്ക് സൂര്യപ്രകാശം കിട്ടണം. ഇനി നമ്മൾ എന്തൊക്കെ ചെയ്താലും വീട്ടിൻ്റെ അകത്തെ സൂര്യൻ പ്രകൃതിയാൽ നൽകുന്ന ഒരു ശുദ്ധീകരണമുണ്ട്. ഈ ശുദ്ധീകരണത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് നിൽക്കുന്ന ഒരു ദിവസം വീട്ടിലെ എല്ലാ ജനലുകളും വാതിലുകളും ഒന്ന് തുറന്നിടണം. കുറച്ചു നേരത്തേക്ക് ആയാലും മതി. ഒരു ഉച്ച സമയത്ത്, നല്ല വെയിലുള്ള സമയത്ത് ഒന്ന് തുറന്നിട്ടേക്കണം. ദിവസേന ചെയ്യാൻ പറ്റുന്നവർക്ക് വളരെ നല്ലതാണ്. പക്ഷെ ജനലും വാതിലും ഒക്കെ തുറന്നിട്ടിട്ട് എങ്ങോട്ടെങ്കിലും പോയേക്കരുത്. ഇപ്പം ഇഴജന്തുക്കളൊക്കെ വരുന്ന കാലഘട്ടമായതുകൊണ്ട് ചിലപ്പോൾ വീട്ടിനകത്ത് കയറി വരാൻ അത് കാരണമാവും. നമ്മുടെ വീടും പരിസരമൊക്കെ വൃത്തിയാക്കിയിട്ട് ഒന്ന് ജനലും വാതിലും ഒക്കെ കുറച്ചു നേരത്തേക്ക് ഒന്ന് തുറന്നിട്ട് കാറ്റും വെളിച്ചം അത് കാരണം. മുൻകാലങ്ങളിൽ നമുക്കറിയാവുന്ന കുട്ടികളൊക്കെ കളിക്ക് വരുന്നത് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലൊരു ഗ്ലാസ് കണ്ണാടി വയ്ക്കും. കണ്ണാടി വെച്ചിട്ട് സൂര്യപ്രകാശം വീട്ടിനകത്തേക്ക് അടിക്കും. അതൊരു വലിയ മാർഗ്ഗമാണ്. ടിബറ്റിലും ചൈനയിലും ഒക്കെ ഇപ്പോഴും അത് ചെയ്യാറുണ്ട് എല്ലാ വീടുകളിലും. കാര്യം നമ്മുടെ വീട്ടിൻ്റെ എല്ലാ ഭാഗത്തേക്ക് സൂര്യപ്രകാശം കടത്തിയില്ല. അപ്പോൾ കണ്ണാടി വെച്ചിട്ട് വീട്ടിനകത്തേക്ക് സൂര്യപ്രകാശം കടത്തിവിടും. ചിലപ്പോൾ ഇതിന് ഒന്നിലധികം കണ്ണാടി ഉപയോഗിക്കും. അതായത് ഒരാൾ പുറത്തുനിന്ന് ഇങ്ങനെ കണ്ണാടി ഇങ്ങനത്തെ സൂര്യപ്രകാശം അടിക്കും, അകത്തേക്കുന്ന ആൾ വേറൊരു കണ്ണാടി വെച്ചിട്ട് പല മുറികളിലേക്ക് ഇതിനെ തിരിച്ചുവിടും. അങ്ങനെ സൂര്യപ്രകാശത്തിനെ വീട്ടിൻ്റെ അകത്തെ എല്ലാ ഉള്ളറകളിലേക്ക് എത്തിക്കും. വളരെ നല്ലൊരു ശുചീകരണ രീതിയാണിത്. വളരെ പോസിറ്റീവ് കിട്ടുന്ന ഒരു കാര്യമാണിത്. പിന്നെ എന്നുള്ളത് കർപ്പൂരം കത്തിക്കുക എന്നുള്ളതാണ്. സന്ധ്യാസമയത്ത് നമ്മൾ കർപ്പൂരം കത്തിക്കുന്നത് വളരെ നല്ലതാണ്. കർപ്പൂരം കത്തിച്ച് എല്ലാ മുറികളിലും ഒന്ന് ചുറ്റിച്ചു കൊണ്ടുവരുന്നത് ഏറെ ഗുണകരമായിരിക്കും. ഈ സമയത്ത് നാരായണ 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 മന്ത്രം, ഓം നമഃ ശിവായ മന്ത്രം, ഇതൊക്കെ ജപിക്കുക. ഏതെങ്കിലും ഒരു മന്ത്രജപം കൂട്ടത്തിൽ കൂടെ വേണം. അത് വളരെ നന്നായിരിക്കും. അടുത്ത് പരമപ്രധാനമായിട്ടുള്ള ഒന്നാണ്, നമുക്കൊരു പൂജാമുറി ഉണ്ടെങ്കിൽ അവിടെ ഒരു മണി കെട്ടിത്തൂക്കണം. കുറഞ്ഞ പക്ഷേ ഒരു വീട്ടിൽ 7 വട്ടമെങ്കിലും മണിനാഥം മുഴക്കണം. കാര്യം എന്ന് പറഞ്ഞാൽ 7 വട്ടം എന്ന ചിലർ 3 വട്ടം മുഴക്കുള്ളൂ. പക്ഷെ 7 വട്ടമെങ്കിലും മുഴക്കാമെങ്കിൽ ഈ മണിയുടെ നാദത്തിന് ആ അതിൻ്റെ ഹൃദയസ്പന്ദത്തിന്, വീടിൻ്റെ ഒരു ഹൃദയസ്പന്ദം ഉണ്ടെങ്കിൽ അതിനെ ശുദ്ധീകരിക്കാനുള്ള വളരെ കഴിവുണ്ട്. അപ്പോൾ എന്താ ചെയ്യുക, അതിൻ്റെ ഊർജ്ജ പ്രഭാവം കൂടുകയും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഒഴിഞ്ഞു പോവുകയും ചെയ്യും. അത് പുലർച്ചെ നമുക്ക് രാവിലെയുള്ള സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുമല്ലോ, ആ സമയത്ത് മണി മുഴക്കാം. അല്ലെങ്കിൽ വൈകുന്നേരം നമ്മൾ വിളക്ക് തെളിയിക്കുമല്ലോ, അപ്പോഴും മണി മുഴക്കാം. ചെറിയൊരു മണി മേടിച്ച് കെട്ടിയാൽ മതി. ഇപ്പോൾ കൈമണിയുണ്ട്. കൈമണി എല്ലാവർക്കും ഒന്നും ശരിയായ രീതിയിൽ മുട്ടാൻ അറിയില്ലായിരിക്കും. അങ്ങനെ അറിയാമെന്നുള്ളവർ അങ്ങനെ ചെയ്തോളൂ. അല്ലെങ്കിൽ ചെറിയൊരു 100-200 രൂപയ്ക്ക് എത്തുന്ന ചെറിയൊരു മണി മേടിച്ച് കെട്ടി അത് വെച്ച് അടിച്ചാലും മതി. വളരെ നല്ലതായിരിക്കും. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് വീട്ടിനകത്ത് നമ്മുടെ പെരുമാറ്റവും ഇതിനോടൊപ്പം ശുദ്ധിയായിരിക്കണം. കാര്യം മദ്യപിച്ചോ മറ്റ് ലഹരി വസ്തുക്കളോ ഉപയോഗിച്ചിട്ടുള്ള സഞ്ചാരമൊക്കെ നമ്മൾ ഒഴിവാക്കണം. വീട്ടിനകത്ത് മോശ വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നത് ഒഴിവാക്കപ്പെടേണ്ടതാണ്. മാത്രമല്ല നെഗറ്റീവായിട്ടുള്ള വസ്തുക്കൾ വീട്ടിനകത്ത് കൊണ്ടുവയ്ക്കുക, അതൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ടതാണ്. മാത്രമല്ല നമ്മളൊരു വീട്ടിൻ്റെ സംരക്ഷണത്തിന് വേണ്ടുന്ന ജപമന്ത്രാദികളൊക്കെ കൃത്യമായിട്ട് രാവിലെ സമയത്ത് നാമജപം, വൈകുന്നേരത്തെ സന്ധ്യാകീർത്തനങ്ങൾ ജപിക്കുക, ക്ഷേത്രത്തിൽ പോവുക, അതെല്ലാം ചെയ്യണം. നമ്മൾ ഈ പറഞ്ഞ ഇതിൽ 1, 2, 3 കാര്യങ്ങളൊക്കെ നിങ്ങൾ നിർവഹിക്കാമെങ്കിൽ തന്നെ നിങ്ങളുടെ വീട്ടിലെ ആ ഓറ എനർജി കൂടി വരികയും വളരെ പ്യൂരിറ്റി ആ വീട്ടിൽ അനുഭവപ്പെടുകയും ചെയ്യും. വളരെ മോശമായിട്ട് വളരെ നെഗറ്റിവിറ്റി അടിഞ്ഞുകൂടിയ വീടുകളിൽ തന്നെ തുടർച്ചയായിട്ടുള്ള ഇത്തരം ക്രിയകളിലൂടെ ഈശ്വരാധീനം വർദ്ധിച്ചു വരുന്നതായിട്ട് എനിക്കറിയാം. ചിലടത്ത് പിന്നെ ഒട്ടും ഊർജ്ജം ഇല്ലെങ്കിൽ പിന്നെ അതിന് വേണ്ടിയിട്ട് ചില പൂജാകർമ്മങ്ങൾ, ഭഗവതി സേവ, ഗണപതി ഹോമം, അത്യാധി കർമ്മങ്ങളൊക്കെ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു വീട്ടിൽ ഞാൻ പറഞ്ഞ ലളിതമായിട്ടുള്ള ഈ കാര്യങ്ങൾ ചെയ്താൽ മതിയാകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. അതിനു മുമ്പ് ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷാലായിട്ടുള്ള പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ കൂടി ഉൾക്കൊള്ളിക്കാൻ കഴിയുന്നതാണ്. 1 മാസത്തേക്കായിരിക്കും പ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെ കീഴിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി.
അതിനായിട്ട് ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ചെയ്യണം. ഒപ്പം തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് കൂടി ചെയ്യണം. ഇത് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ എങ്കിൽ മാത്രമായിരിക്കും ഇതിൽ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ റെക്കമെൻഡേഷൻ നോട്ടിഫിക്കേഷനും ഒക്കെ യൂട്യൂബ് നിങ്ങൾക്ക് അയച്ചു തരും. എങ്കിലല്ലേ നിങ്ങൾക്ക് ഇതിൽ പുതിയ വീഡിയോ വന്നത് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതും കൂടി പ്രയോജനപ്പെടുത്തുക. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഒരു സ്റ്റോർ യൂട്യൂബിൽ ആരംഭിച്ചിട്ടുണ്ട്. ഹൈന്ദവ ധർമ്മം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് പൂജാ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറാണിത്. താല്പര്യമുള്ളവർക്ക് അതിൽ പോയിട്ട് അതിൻ്റെ വിലയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് മേടിക്കാവുന്നതാണ്. ഇങ്ങനെ നോക്കിയാൽ മതിയാകും. അപ്പോൾ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.